അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി വഹ്ദഹ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ നന്ദി പറയുന്നതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നന്ദി എന്നതിൻ്റെ അറബി പദം ശുക്ർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ, ഇവയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇതിനെല്ലാം നമുക്ക് എപ്പോഴെങ്കിലും നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഒരിക്കൽ സെയ്ദ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ്റെ ഉമ്മ ഒരു ദിവസം അവന് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണ സാധനം ഉണ്ടാക്കി കൊടുത്തു. അവൻ അത് കഴിച്ചു, ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ അവൻ്റെ ടീച്ചർ എല്ലാവരോടും ചോദിക്കുകയുണ്ടായി, ഇന്നലെ ആരെങ്കിലും നിങ്ങളുടെ ഉമ്മയോടോ അതോ ഉപ്പയോടോ നന്ദി പറഞ്ഞിരുന്നോ എന്ന്. അപ്പോൾ സെയ്ദ് തല താഴ്ത്തിയിരുന്നു. അവന് വിഷമമായി. അവൻ്റെ മനസ്സിൽ അവനൊരു കുത്തനുഭവപ്പെട്ടു. അവൻ വീട്ടിലെത്തി ഉടനെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഉമ്മ ജസാക്കല്ലാഹു ഖൈറൻ. ഉമ്മ ചോദിച്ചു, എന്താ മോനെ? ഇന്നലെ നിങ്ങൾ എനിക്കുണ്ടാക്കി തന്ന ഭക്ഷണത്തിനാണത്. ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ഈ ഒരു ചെറിയ വാക്കിൽ നിന്ന് ഉമ്മാക്ക് എത്ര സന്തോഷമുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകാമെന്ന്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്താൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ഹദീസിൽ നമുക്ക് കാണാം, ലാ യഷ്കുറുല്ലാഹ് മൻ ലാ യഷ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നമ്മൾ ഇനി തൊട്ടൊരു തീരുമാനമെടുക്കണം. നമ്മൾ എന്ത് അനുഗ്രഹം നമുക്ക് കിട്ടിയാലും നമ്മുടെ സാറുമാരായിക്കോട്ടെ, ഉമ്മ ഉപ്പ ആരായാലും അവരോട് നമ്മൾ ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ആര് നമുക്ക് അനുഗ്രഹം നൽകിയാലും നമ്മൾ അയാളോട് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയുകയും നിസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് അള്ളാഹു നൽകിയ നമ്മുടെ കൈകൾക്കും നമ്മുടെ കണ്ണുകൾക്കും നമുക്ക് സംസാരിക്കാൻ കിട്ടിയ നാക്കുകൾക്കും നമുക്ക് കേൾക്കാൻ കിട്ടിയ ചെവിക്കും അള്ളാഹുവിന് നമ്മൾ അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും മതിയായില്ല. തേൻമൊഴിയുടെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.